സ്ലറികളാണ്. കാരണം ഇവിടെ കുറേ പച്ച പച്ച കളറിലാണ് വരിക. എന്താ പച്ച കളർ. പിന്നെ നമ്മൾ സോഡാപ്പൊടിയും പിന്നെ ഷാമ്പുവും കൂടി ചെറിയ വീട്ടിലൊരു ചാമ്പയാണ്. ഈ ചാമ്പേൻ്റെ പേര് ബെൽച്ചാമ്പ എന്ന് പറയും. ഇത് നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല ബഞ്ചായിട്ടുണ്ടാകുന്ന സാധനം ബെൽച്ചാമ്പ. ഇതാ ഇവിടെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഫ്ലവർ ചെയ്യുന്നുണ്ട്, ചെറിയതൊക്കെ ഉണ്ട്, നല്ലപോലെ പഞ്ചായത്തുണ്ട്. അപ്പോൾ ഒരു സീസൺ കഴിഞ്ഞ് രണ്ടാമത് കായ്ക്കാണ്. ഇതാണ് ബെൽച്ചാമ്പ. അടുത്ത ഇതൊരു മാവാണ്. ഇത് സിന്ദൂരം. ഇതൊക്കെ ഒരു വയസ്സ് ഇപ്രാവശ്യം വെച്ച പ്ലാന്റുകളാണ്. സിന്ദൂരം അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതാണ് ആപ്പിൾ റുമാനിയ. ഇത് 2 വയസ്സായത്, ഇപ്രാവശ്യമൊന്നും കായ്ച്ചിട്ടില്ല. ആപ്പിൾ റുമാനിയ വേറൊരു മാവാണ്. ഇത് നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബനാന മാംഗോ ആണിത്. ഇതും ഇപ്രാവശ്യമൊന്നും കായ്ച്ചിട്ടില്ല. അത്യാവശ്യം പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുള്ളത് ഗ്രീൻ ആണ്. അന്തോക്കുമായി ഗ്രീൻ. ഇതും ഇപ്രാവശ്യം ഞാൻ ഫ്ലവർ ചെയ്യും കായ്ക്കുന്നൊക്കെ വിചാരിച്ച, പക്ഷെ കായ്ച്ചിട്ടില്ല. അന്തോക്കുമായി ഗ്രീൻ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളതാണിത് R2E2, ഓസ്ട്രേലിയൻ്റെ ഒരു മാവാണ്. ഇതൊക്കെ ഈ പ്രാവശ്യം വെച്ചതാണ്. ഇതൊക്കെ നല്ല ബുഷായ പ്ലാന്റ്. അതൊക്കെ ആദ്യം കട്ട് ചെയ്ത് ബ്രൂൺ ചെയ്ത് അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ്. R2E2 ഓസ്ട്രേലിയൻ്റെ. ഇത് ഏകദേശം ഒരു 1.5-2 കിലോൻ്റെ ഒക്കെ അടുത്ത് വരുന്നു, തൂക്കം വരുന്നു പറഞ്ഞു. 1 കിലോ എന്തായാലും വരും. R2E2 ലാവാണ്. ഇത് വിയറ്റ്നാം സൂപ്പർ എർലി, അതിൻ്റെ റെഡ് വെറൈറ്റിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കുറേ അത് കായ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ ഒഴിവാക്കി. ഇപ്രാവശ്യം 2 കായ നിർത്തിയിട്ടുണ്ട്. ഇത് താഴത്തായതുകൊണ്ട് നിർത്തിയതാണ്, ബാക്കിയൊക്കെ ഞാൻ ഒടിച്ചു കളഞ്ഞു. വിയറ്റ്നാം സൂപ്പർ എർലി ആണ്. ജയൻ്റ് ഐവറി അല്ലെങ്കിൽ 3 ടേസ്റ്റ് മാംഗോ എന്ന് പറയും. ഇപ്രാവശ്യം വെച്ചതാണ്, നല്ല ഉഷാർ. അത് കട്ട് ചെയ്തിട്ട് ഏതാ നല്ല രീതിയിൽ ഇപ്പോൾ ഉഷാറായിട്ട് വരുന്നുണ്ട്. തളിര് ഇതൊക്കെ സാഫൊക്കെ അടിച്ചതുകൊണ്ടാണ് ഈ ഇലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അതിനോട് തൊട്ട് ചാരിയിട്ടുള്ളത് നമ്മളെ പാകിസ്ഥാൻ ലെമൺ. ഇതൊക്കെ ഈ വർഷം വെച്ച് തന്നെയാണ്, കായ പിടിച്ച് വരുന്നുള്ളൂ. കട്ട് ചെയ്ത് ബുഷാക്കി കൊണ്ടുവരാണ് ഇതൊക്കെ. ഇടയ്ക്ക് ഇത് അവിടെ എല്ലാം 1-2 കായ പിടിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ലെമൺ. ഇത് ആപ്പൂസ്, രത്നഗിരി ആപ്പൂസ്. നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഇത് പ്രാവശ്യം കായ്ച്ചിട്ടില്ല, ഏകദേശം കായ്ക്കേണ്ട ഒരു സ്റ്റേജൊക്കെ ആയിട്ടുണ്ട്. രത്നഗിരി ആപ്പൂസ് ഒക്കെ വെട്ടി ബുഷാക്കി നിർത്തി. അതൊക്കെ നല്ല വെയിലാണ് മെയിൻ വളം. അതേപോലെ തന്നെ സ്ലറി, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ്, NPK, SOP, ഇതൊക്കെ മാസം ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരു പേരൊക്കെയാണ് VNR പേര. ഇത് 2-3 കായൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ കായ പിടിച്ച് വരുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ ബ്രൂൺ ചെയ്തിട്ടില്ല, അങ്ങനെ അങ്ങോട്ട് മേലോട്ടേക്കൊന്ന് പോയിട്ട് ബ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ വെയിലിന് ചെറിയൊരു തടസ്സമുള്ളൊരു ഏരിയയാണ്, അപ്പോൾ മേലോട്ടേക്ക് അങ്ങനെ വിടുകയാണ്. അവക്കാഡോ, ട്രോപ്പിക്കൽ അവക്കാഡോ. നമ്മളെ വീട്ടിലൊരു അവക്കാഡോ ഉണ്ടായിരുന്നു, അത് ഏകദേശം ഒരു 10-15 വർഷമായതാണ്. ഞാൻ റിങ് ചെയ്തിട്ടും ഫ്ലവർ ചെയ്തില്ല. ലാസ്റ്റ് ഞാൻ ആ മൽഗോവ കാട്ടിയപ്പോൾ നടുഭാഗം കട്ട് ചെയ്ത് നിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ട്രോപ്പിക്കലൊന്ന് ഞാൻ സെപ്പറേറ്റ് ഒന്ന് വെച്ചതാണ്, നല്ല ഉഷാറിൽ വരുന്നുണ്ട്. വേറെ ഫ്ലവർ ചെയ്തിട്ടൊന്നുമില്ല. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു അമ്പഴം കൂടി വെച്ചിട്ടുണ്ട്, സ്വീറ്റ് അമ്പഴം. ഇതൊക്കെ ഈ വർഷം വെച്ചതാണ്. പിന്നെ അതിൻ്റെ നേരെ ബാക്കിൽ ഇത് അബിയോ. ഇത് നിപ്പിൾ ടൈപ്പാണ്. താഴെ ആദ്യം കാണിച്ചത് ജയൻ്റാണ്, ഇത് നിപ്പിളാണ്. ഇത് വർഷം കായ്ക്കേണ്ടതായിരുന്നു. പ്ലാന്റ് വലിപ്പം വെച്ചിട്ടുണ്ട്, പക്ഷേ കായ്ച്ചിട്ടില്ല. ഇത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ആണ്. ഇതിനും ഇതാ മുതിരവള ഇട്ടതാ. ഒരു മാവ് വെച്ച് ഞാൻ ഒരുവിധം എല്ലാത്തിനും മുതിരവള ഇട്ടുകൊണ്ട് എല്ലാ മാവും കായ്ച്ചു. ഇതൊക്കെ നല്ല ബഞ്ചായിട്ട് ഇതാ കായ്ച്ചു. ഇവിടെ എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇത് എനിക്ക് സംശയമുണ്ട്, ഇത് നാസിക് പസന്താണോ മറ്റേ അല്ലെങ്കിൽ വെങ്ങനാപ്പള്ളിയാണോ എന്ന് സംശയമുണ്ട്. ഞാൻ വെങ്ങനാപ്പള്ളി എന്ന് പറഞ്ഞ് വാങ്ങിച്ചൊരു മാവാണ്, പക്ഷേ ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഏതാ മാവെന്ന് പറയാൻ പറ്റില്ല. അത് ഫ്ലവർ ചെയ്തും വരുന്നുണ്ട് ഇവിടെ. ഇതിനൊക്കെ ഫംഗസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, ഒക്കെ അപ്പോൾ മരുന്നടിച്ച് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ കണ്ട ഒരു വെള്ള കുത്ത് വരുന്നത്, അതാണ് ഫംഗസ്. ഇതിന് നമ്മൾ ചെയ്യൽ പിന്നെ നമ്മൾ സോഡാപ്പൊടിയും പിന്നെ ഷാമ്പുവും കൂടി ചെറിയ അളവിലെടുത്തിട്ട് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്യും. അത് ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യം, ഒരു മൂന്നാം ദിവസം കൂടിയാണ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗസ് പോകും. അല്ലാതെ വേറെ ഒരു മരുന്നടിച്ചിട്ടും ഈ സാധനം പോകുന്നില്ല. ഒരു തരം വെള്ള പൊടിയാണിത്. മാവിൻ്റെ പൂമലൊക്കെ ഉണ്ട്, അതൊക്കെ മാവൊക്കെ ഇപ്പോൾ റെഡിയായി വരികയാണ്. മാങ്ങ ഒക്കെ പിടിച്ച് വരികയാണ് ഇപ്പോൾ. മറ്റേ കുറേ മാങ്ങ കൊഴിഞ്ഞു പോയി. മുന്തിരിവള്ളിയാണ്, ഇത് പ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രൂൺ ചെയ്തിട്ട് വലിയ ഉഷാറില്ല, എന്നാലും അടുക്കളത്തോട്ടം എന്നുള്ളൊരു രീതിയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇത് മുന്തിരിവള്ളി. പിന്നെ വേറൊരു ഐറ്റം സാധാ ഐറ്റംസാണ്. അവിടെ നമ്മൾ ആദ്യം കണ്ട അനാർ ബഗ്വ, ഇത് സാധാ ഐറ്റംസാണ്. പക്ഷേ ഇതും കായ്ച്ചിട്ടുണ്ട്,
ഇത് പച്ച കളറിലാണ് വരിക. ഇതുണ്ടോ പച്ച കളറാണ്. മറ്റേത് കായ്ക്കുമ്പോൾ തന്നെ റെഡിലാണ് വരിക, അനാർ ബഗുവ. ഇത് നാടൻ വെറൈറ്റി, പക്ഷേ വലിയ വലിപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും ഏകദേശം ഒരു 4-5 വയസ്സൊക്കെ ആയതാണ്. ഇപ്പം സ്ലറികളാണ്. ഇത് ശീമക്കൊന്നൻ്റെ ഇല സ്ലറിയാക്കി വെച്ചത്. ഇതിപ്പോൾ ആ പറഞ്ഞ 10 ഐറ്റംസ് മിക്സാക്കി വെച്ച സ്ലറികളാണ്. കാരണം ഇവിടെ കുറേ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇവിടെ നിന്ന് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ലറി ഇവിടെ ഉണ്ടാക്കി വെച്ച്. വഴുതന, അതേപോലെ ചീര, കോളിഫ്ലവർ, പിന്നെ മുളക്, പല ഐറ്റംസ്. ഇപ്പോൾ കുറേ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ്, ലാസ്റ്റ് സ്റ്റേജാണ്. ഇതൊക്കെ വഴുതനൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഇതൊക്കെ വിളവെടുത്തപ്പോൾ കഴിഞ്ഞതാണ്, രണ്ടാമത് ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ.